ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോണ്ട് പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ്. കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നതാണ്, നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് മുഴുവൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കോവാലന്റ് ബോണ്ടിനെ കുറിച്ച് മാത്രമായിരിക്കുന്നുള്ളത്. വളരെ റയറായിട്ടുള്ള ചില സിറ്റുവേഷൻസിലും കോർഡിനേറ്റ് ബോണ്ടിനെ കുറിച്ച് കൂടി പറയുമെന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്നതെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് കോവാലന്റ് ബോണ്ടിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഒരു കോവാലന്റ് ബോണ്ട് ഒരു മോളിക്യൂളിലെ ആറ്റങ്ങൾക്കിടയിൽ ഫോം ചെയ്തു എന്ന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായിരുന്നു ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ശരിയല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കോവാലന്റ് ബോണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിനെയാണ് നമ്മൾ ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ഏതെല്ലാം പാരാമീറ്ററുകൾ വെച്ചുകൊണ്ടാണ് നമ്മളൊരു ബോണ്ടിനെ മനസ്സിലാക്കേണ്ടത്, ഒരു കോവാലന്റ് ബോണ്ടിനെ മനസ്സിലാക്കേണ്ടത്. സോ ദേ ആർ കോൾഡ് ആസ് ബോണ്ട് പാരാമീറ്റേഴ്സ്. ബോണ്ട് പാരാമീറ്റേഴ്സ്. ഓക്കെ, ബോണ്ട് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഒരുപാട് ബോണ്ട് പാരാമീറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് എൻതാൽപ്പി, ബോണ്ട് പൊളാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബോണ്ട് പാരാമീറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ദ ഫസ്റ്റ് പാരാമീറ്റർ, ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോവാലന്റ് ബോണ്ട് ഇസ് ബോണ്ട് ലെങ്ത്. നമ്പർ 1 bond parameter, number 1 bond length. ഓക്കെ, ആ പേര് പറയുന്നത് പോലെ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോണ്ടിൻ്റെ ലെങ്ത് ആണ്. ഏത് തരം ബോണ്ടിൻ്റെയാണ്? കോവാലന്റ് ബോണ്ടിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ സപ്പോസ് രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഇതൊരു ആറ്റമാണ്, ഇത് എ എന്ന് പറയുന്ന ഒരു ആറ്റം, ഇത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഈ ആറ്റം ബി എന്ന് പറയുന്ന മറ്റൊരു ആറ്റവുമായി ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കും. ആൻഡ് ദിസ് ഈസ് ദ സെന്റർ ഓഫ് യുവർ സെക്കൻഡ് ആറ്റം ആൻഡ് ഐ ആം ടേക്കിംഗ് ദിസ് ആസ് ആറ്റം ബി. സോ സപ്പോസ് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ആറ്റങ്ങൾ പരസ്പരം ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത് ഒരു കോവാലന്റ് ബോണ്ട് വഴിയാണ്. ശരിയാണല്ലോ? ഈ ഒരു മോളിക്യൂളിൽ, ഇതൊരു മോളിക്യൂളല്ലേ, എയും ബിയും ചേർന്ന് വരുന്ന ഒരു മോളിക്യൂളാണ്. ആ മോളിക്യൂളിൽ എ എന്ന് പറയുന്ന ആറ്റവും ബി എന്ന് പറയുന്ന ആറ്റവും പരസ്പരം ചേർന്ന് നിൽക്കുന്ന, ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്ന കെമിക്കൽ ബോണ്ടാണ്, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണല്ലോ ബോണ്ട് ലെങ്ത് മെഷർ ചെയ്യുക? ബോണ്ട് ലെങ്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലെങ്ത് ഓഫ് എ ബോണ്ട് എന്നാണ്, അല്ലേ? അപ്പോൾ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ കോവാലന്റ് ബോണ്ടിന്റെ ലെങ്ത് എങ്ങനെയാണ് നിങ്ങൾ മെഷർ ചെയ്യുക? ലെങ്ത് ഓഫ് എ ബോണ്ട് ആണ് എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ അതെങ്ങനെ മെഷർ ചെയ്യണം എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യാറുള്ളത്, ഇതുപോലെ രണ്ട് ആറ്റങ്ങൾ ചേർന്ന് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനുള്ളിലെ ഏതെല്ലാം ആറ്റങ്ങൾക്കിടയിലാണോ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്, അതിലെ ആദ്യത്തെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് രണ്ടാമത്തെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കാം. ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കാം. പറഞ്ഞാൽ മനസ്സിലായോ? എന്താ നമ്മൾ ചെയ്തത്? ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള ന്യൂക്ലിയസുകൾക്കിടയിൽ, ഈ രണ്ട് ആറ്റങ്ങളിലെയും ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എടുത്തു. നമുക്കിതിനെ ഇൻട്രാ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയാം. രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിനെയാണ് മക്കളെ നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് പറയാം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഹൗ ഡു യു ഡിഫൈൻ ബോണ്ട് ലെങ്ത്? ബോണ്ട് ലെങ്തിനെ എങ്ങനെയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക? ബോണ്ട് ലെങ്ത് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the average distance between the centers of two nuclei of atoms bonded by covalent bond. ഒരു മോളിക്യൂളിനുള്ളിലെ കോവാലന്റ് ബോണ്ട് വഴി ബൈൻഡഡ് ആയിട്ടുള്ള രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയാം. സോ ഇറ്റ്സ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് ടു ആറ്റംസ് ബോണ്ടഡ് ബൈ കോവാലന്റ് ബോണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുമ്പോൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ അഥവാ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ രണ്ട് ടേമുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് കോവാലന്റ് റേഡിയസ്. നിങ്ങൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ, മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച രണ്ട് ടേമുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന് കോവാലന്റ് റേഡിയസ്, രണ്ട് വാൻഡർവാൾസ് റേഡിയസ്. വാൻഡർവാൾസ് റേഡിയസ്. എന്താണ് കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത് രണ്ട് ആറ്റങ്ങൾ കോവാലന്റ് ബോണ്ട് വഴി ബോണ്ടഡ് ആണെങ്കിൽ അതിലെ ഒരാറ്റത്തിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ കോറിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഇപ്പം നമ്മൾ എ എന്ന് പറയുന്ന ആറ്റം എടുക്കുകയാണെങ്കിൽ ആ ആറ്റത്തിന്റെ സെന്ററിൽ നിന്ന്, ന്യൂക്ലിയസിൽ നിന്ന് ആ ആറ്റത്തിന്റെ കോറിലേക്കുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ ഇതാണ് ആ ഡിസ്റ്റൻസ് വരിക.
സെൻറ്റർ, ഇത് ആറ്റത്തിൻ്റെ കോറ്. ഈ സെൻറ്ററിൽ നിന്ന് കോറിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക? കോവാലന്റ് റേഡിയസ് ഓഫ് എ ആറ്റം എന്ന് പറയാം. എന്താ പറയുക? കോവാലന്റ് റേഡിയസ് ഓഫ് എ ആറ്റം. അതേസമയം രണ്ടാമത്തെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് അതിന്റെ കോറിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതതിന്റെ ന്യൂക്ലിയസ് ആണ്, ഇതതിന്റെ കോറാണ്. അപ്പോൾ രണ്ടാമത്തെ ആറ്റത്തിന്റെ ബി എന്ന് പറയുന്ന ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് അതിന്റെ കോറിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? കോവാലന്റ് റേഡിയസ് ഓഫ് ബി ആറ്റം എന്ന് പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യഥാർത്ഥത്തിൽ ഈ ഒരു മോളിക്യൂളിലെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഈ രണ്ട് ആറ്റങ്ങളുടെയും കോവാലന്റ് റേഡിയസുകളുടെ സം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് ഞാനിവിടെ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്ന ടേം ഞാനിവിടെ ഉപയോഗിച്ചത്. അതെന്താണെന്നും അതെങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ബോണ്ട് ലെങ്ത് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് the covalent radius of the first atom plus covalent radius of the second atom. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് മെഷർ ചെയ്യുന്നതും അത് കോവാലന്റ് റേഡിയസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും. ഇനി വാൻ ഡെർ വാൾ റേഡിയസ് എന്താണ് എന്ന് നിങ്ങൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. വേണമെങ്കിൽ ഞാൻ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യാം? വാൻ ഡെർ വാൾസ് റേഡിയസ് പറഞ്ഞുതരാം. അപ്പം ഇതേപോലെ രണ്ട് ആറ്റങ്ങൾ ചേർന്ന് വരുന്ന മറ്റൊരു മോളിക്യൂൾ കൂടി ഫോം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഇതേപോലെ രണ്ട് ആറ്റങ്ങൾ ചേർന്ന് വരുന്ന മറ്റൊരു മോളിക്യൂൾ ഫോം ചെയ്തു. ഇത് ബി ആറ്റമാണ്, ഇത് എ ആറ്റമാണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഈ മോളിക്യൂളിലെ ബി ആറ്റത്തിന്റെ സെന്ററിൽ നിന്ന് എ ആറ്റത്തിന്റെ സെന്ററിലേക്കുള്ള, അല്ലെങ്കിൽ ബി ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് എ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബോണ്ട് ലെങ്ത് എന്നാണ്, അല്ലേ? ഓക്കെ, ആ ബോണ്ട് ലെങ്ത്. ഓക്കെ, ഇനി ഈ രണ്ട് മോളിക്യൂളും എ ബി എന്ന് പറയുന്ന ഒരു മോളിക്യൂള്, എ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ മോളിക്യൂള്, ഈ രണ്ട് മോളിക്യൂൾസും അടുത്ത് വരുന്ന സമയത്ത് ഒന്നാമത്തെ മോളിക്യൂളിലെ ബി ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് രണ്ടാമത്തെ മോളിക്യൂളിന്റെ ബി ആറ്റത്തിന്റെ ന്യൂക്ലിയസിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് എടുക്കുക, എന്നിട്ട് അതിന്റെ നേർപകുതി എടുക്കുക. ആ ഡിസ്റ്റൻസിന്റെ നേർപകുതി എടുക്കുക. അതിനെയാണ് നമ്മൾ ബി ആറ്റത്തിന്റെ വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ബി ആറ്റത്തിന്റെ വാൻ ഡെർ വാൾസ് റേഡിയസ്. അപ്പോൾ കോവാലന്റ് റേഡിയസും വാൻ ഡെർ വാൾസ് റേഡിയസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാര്യം മനസ്സിലായില്ലേ? കോവാലന്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ രണ്ടാറ്റങ്ങൾ കോവാലന്റ് ബോണ്ട് വഴി ബൈൻഡഡ് ആണെങ്കിൽ അതിൽ ഒരാറ്റത്തിന്റെ സെന്ററിൽ നിന്ന്, ന്യൂക്ലിയസിൽ നിന്ന് അതിന്റെ കോറിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആറ്റത്തിന്റെ കോവാലന്റ് റേഡിയസ് എന്ന് പറയാം. അതേസമയം വാൻ ഡെർ വാൾ റേഡിയസ് എന്ന് പറയുന്നത് രണ്ട് മോളിക്യൂളുകൾ, ഒരേ ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കിയ രണ്ട് മോളിക്യൂളുകൾ അടുത്ത് വരുമ്പോൾ അതിൽ ഒരു മോളിക്യൂളിലെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് രണ്ടാമത്തെ മോളിക്യൂളിലെ അതേ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ പകുതിയാണ് നമ്മൾ എന്ത് പറയുക? വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറയാം. സോ വാൻ ഡെർ വാൾസ് റേഡിയസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഹാഫ് ഓഫ് ദി ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സിമിലർ ആറ്റംസ് പ്രസന്റ് ഇൻ ടു മോളിക്യൂൾസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ വാൻ ഡെർ വാൾ റേഡിയസും കോവാലന്റ് റേഡിയസും ഞാനിവിടെ പറഞ്ഞു. അതിൽ കോവാലന്റ് റേഡിയസും ബോണ്ട് ലെങ്ത്തും തമ്മിൽ ബന്ധമുണ്ട്. കാരണം നമ്മളൊരു കോവാലന്റ് ബോണ്ടിന്റെ ബോണ്ട് ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് കോമൺ ആയിട്ടുള്ള ആറ്റങ്ങളും അവർക്കിടയിൽ ഫോം ചെയ്യുന്ന ബോണ്ടിന്റെയും ലെങ്ത് എത്രയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതൊരു ടേബുലർ ഫോമിൽ ഞാൻ എഴുതി തരാം. അപ്പോൾ ആ ഒരു ലെങ്ത്തും ആ ഒരു മോളിക്യൂൾസിന്റെ കേസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ടേബിളിൽ കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആറ്റങ്ങളും അവർക്കിടയിൽ ഫോം ചെയ്യുന്ന ബോണ്ടും അതിൻ്റെ ലെങ്ത്തും, ഇപ്പം ലെങ്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ മെഷർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആ ലെങ്ത്തും എത്രയാണ് എന്ന് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഈ ബോണ്ട് ലെങ്ത് എല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നത് പൈക്കോമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിലാണ് കേട്ടോ. ബോണ്ട് ലെങ്ത് നിങ്ങൾക്ക് ആങ്സ്ട്രോമിലോ അല്ലെങ്കിൽ പൈക്കോമീറ്ററിലോ നാനോമീറ്ററിലോ ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പൈക്കോമീറ്ററിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്, രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ നിന്ന് രണ്ടാമത്തെ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്? 74 പൈക്കോമീറ്റർ. അതിനർത്ഥം രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്താൽ ആ ബോണ്ടിന്റെ ലെങ്ത് എത്രയാണ്? 74 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, ഇനി ക്ലോറിൻ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്താൽ അതിന്റെ ലെങ്ത് എത്രയായിരിക്കും? 199 പൈക്കോമീറ്റർ ആണ്. എന്താ അതിനർത്ഥം? 199 പൈക്കോമീറ്റർ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ ഒരു കോവാലന്റ് ബോണ്ട് വഴി കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ ക്ലോറിന്റെ ന്യൂക്ലിയസിൽ നിന്ന് രണ്ടാമത്തെ ക്ലോറിന്റെ ന്യൂക്ലിയസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എത്ര? 199 പൈക്കോമീറ്റർ. ഓക്കെ, ഇതെല്ലാം പൈക്കോമീറ്ററിലാണ്. ഞാൻ ഈ പ്രത്യേകം യൂണിറ്റ് എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതേസമയം ഒരു ഹൈഡ്രജനും ക്ലോറിനും ഇടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്താൽ 127 പൈക്കോമീറ്റർ. ആ ഡിഫറൻസ് നോക്ക് നിങ്ങൾ.
രണ്ട് ഹൈഡ്രജനുകൾക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ 74, രണ്ട് ക്ലോറിനുകൾക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ 199, ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും ഇടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അത് ഡിഫറൻ്റ് ആണ്, വീണ്ടും 127. ഓക്കെ, ഇനി രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്താൽ 154 പൈക്കോമീറ്റർ ആണ് അതിന്റെ ബോണ്ട് ലെങ്ത്. രണ്ട് കാർബണുകൾക്കിടയിൽ ഡബിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്താൽ 134 പൈക്കോമീറ്റർ ആണ് ബോണ്ട് ലെങ്ത്. ഒരു കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടിന്റെ ബോണ്ട് ലെങ്ത് 120 പൈക്കോമീറ്റർ ആണ്. അപ്പൊ ഈ മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബോണ്ടുകളുടെ എണ്ണം കൂടുന്തോറും സിംഗിൾ എന്നുള്ളത് ഡബിൾ ആകുമ്പോൾ, ഡബിൾ എന്നുള്ളത് ട്രിപ്പിൾ ആകുമ്പോൾ ബോണ്ട് ലെങ്ത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ സിംഗിൾ ബോണ്ടിന് 154, ഡബിൾ ബോണ്ടിന് 134, ട്രിപ്പിൾ ബോണ്ടിന് 120. സോ ഇറ്റ്സ് വെരി ക്ലിയർ ഫ്രം ദ ടേബിൾ ദാറ്റ് എന്താണ് ബോണ്ടുകളുടെ എണ്ണം കൂടുന്തോറും, ബോണ്ടുകൾ മൾട്ടിപ്പിൾ ബോണ്ടുകളാകും തോറും ബോണ്ട് ലെങ്ത് കുറയും. എന്തുകൊണ്ടായിരിക്കും ബോണ്ട് ലെങ്ത് കുറയുന്നുണ്ടാവുക? മൾട്ടിപ്പിൾ ബോണ്ടുകളാകും തോറും ആറ്റങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആവും. ആറ്റങ്ങൾ തമ്മിൽ അട്രാക്ഷൻ സ്ട്രോങ് ആകുമ്പോൾ ആറ്റങ്ങൾ വീണ്ടും വീണ്ടും അടുത്തേക്ക് വരാൻ തുടങ്ങും പരസ്പരം. അങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ എന്താ ചെയ്യുക? ബോണ്ട് ലെങ്ത് കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ബോണ്ടിന്റെ എണ്ണം കൂടുമ്പോൾ, സിംഗിൾ ഡബിൾ ആകുമ്പോൾ, ഡബിൾ ട്രിപ്പിൾ ആകുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയാനുള്ള കാരണം അതാണ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ആറ്റംസ് ഇൻക്രീസ് ചെയ്യും. സോ ആറ്റംസ് കം ക്ലോസർ. അപ്പോൾ എന്ത് ചെയ്യും? ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യും. ശരി, ഇനി രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്താൽ 120 പൈക്കോമീറ്റർ ആണ് എന്ത് ബോണ്ട് ലെങ്ത് വരിക. ഒരു ഓക്സിജന്റെയും ഒരു ഹൈഡ്രജന്റെയും ഇടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്താൽ OH ബോണ്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 96 പൈക്കോമീറ്റർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്ന കുറച്ച് ആറ്റങ്ങളും അവർക്കിടയിൽ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ടിന്റെയും ബോണ്ട് ലെങ്ത് ആണ് ഞാൻ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബോണ്ടുകളാകും തോറും ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ. രണ്ടാമത്തെ കാര്യം, അതിന്റെ റീസൺ എന്താണ്? മൾട്ടിപ്പിൾ ബോണ്ടുകളാകും തോറും ആറ്റങ്ങൾക്കിടയിലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആവും. അട്രാക്ഷൻ സ്ട്രോങ് ആകുമ്പോൾ ആറ്റങ്ങൾ അടുത്തേക്ക് വരും. ആറ്റങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ന്യൂക്ലിയസുകളും അടുത്തേക്ക് വരും. ഈ ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറയും സ്വാഭാവികമായിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോണ്ട് ലെങ്ത് കുറയും തോറും ബോണ്ട് സ്ട്രോങ് ആണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ബോണ്ട് ലെങ്ത് എന്താണെന്ന് പറഞ്ഞു, കുറച്ച് കോമൺ ആറ്റങ്ങളുടെ ബോണ്ട് ലെങ്ത് എത്രയാണ് എന്നും പറഞ്ഞു. അടുത്ത ബോണ്ട് പാരാമീറ്റർ, രണ്ടാമത്തെ ബോണ്ട് പാരാമീറ്റർ ആണ് ബോണ്ട് പാരാമീറ്റർ നമ്പർ 2, ബോണ്ട് ആംഗിൾ. ബോണ്ട് ആംഗിൾ. അപ്പോൾ ബോണ്ട് ലെങ്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു സാർ ഇതൊരു ബോണ്ടിന്റെ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ ആണ് എന്ത് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറയാമെങ്കിൽ കൂടി നമ്മളിപ്പോൾ ഒരു ബോണ്ട് റെപ്രസെന്റ് ചെയ്യാണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ നമ്മൾ ബെറിലിയം ക്ലോറൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കാം. ഏത് മോളിക്യൂളാണ്? ബെറിലിയം ക്ലോറൈഡ്. ഈ മോളിക്യൂളിൽ നമ്മൾ എങ്ങനെ അത് വരയ്ക്കാം? ബെറിലിയം ആറ്റം സെന്ററിൽ ഈ രണ്ട് സൈഡിലും ഓരോ ക്ലോറിൻ ആറ്റങ്ങൾ ഉണ്ടാവും. ബെറിലിയവും ക്ലോറിനും തമ്മിൽ സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇതാണല്ലോ ബെറിലിയം ക്ലോറൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ. ഈ മോളിക്യൂളിൽ നമ്മൾ ഈ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാമെന്നറിയോ? സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമാണ് നമ്മൾ ബോണ്ട് ആംഗിൾ കാണാം. ഏതാറ്റത്തിന് ചുറ്റുമാണ്? സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമാണ് ബോണ്ട് ആംഗിൾ കാണാം. അപ്പോൾ ഇതിൽ സെൻട്രൽ ആറ്റം ഏതാ? ബെറിലിയമാണ്. അപ്പോൾ ബെറിലിയത്തിന് ചുറ്റും എത്ര ബോണ്ടുകളുണ്ട്? ഇതാണ്ടോ, രണ്ട് ബോണ്ടുകളുണ്ട്. അപ്പോൾ ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ ആണെന്ത് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബെറിലിയത്തിന് ചുറ്റും കിടക്കുന്ന ഈ രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? ബോണ്ട് ആംഗിൾ ഇൻ ബെറിലിയം ക്ലോറൈഡ് എന്ന് വിളിക്കേണ്ടത്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ബോണ്ടുകൾ ഇങ്ങനെ രണ്ട് ലൈനുകളാണെന്ന് വിചാരിക്കും. ഒരു കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്, അടുത്ത കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ലൈനാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതേ ഇങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാം അല്ലെ. കാരണം ഒരു പ്രൊട്രാക്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് ലൈനുകൾക്കിടയിലെ ആംഗിൾ എത്രയാണെന്ന് നോക്കിയാൽ മതി. പക്ഷേ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ശരിക്കും ലൈനുകളാണോ? അല്ലല്ലോ. ഈ ലൈനുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു കോവാലന്റ് ബോണ്ട് അവിടെ ഉണ്ട് എന്ന് കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെപ്രസെന്റേഷൻ മെത്തേഡ് മാത്രമാണ് എന്ത് ഈ ലൈനുകൾ എന്ന് പറയുന്നത് അല്ലെ. ഒരു സിംഗിൾ ബോണ്ടിന് സിംഗിൾ ലൈൻ ഇട്ട് കൊടുക്കും, ഡബിൾ ബോണ്ടിന് 2 ലൈൻ ഇട്ട് കൊടുക്കും, ട്രിപ്പിൾ ബോണ്ടിന് നമ്മൾ 3 ലൈൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ലൈനുകൾ ഇടുന്നത് യഥാർത്ഥത്തിൽ കോവാലന്റ് ബോണ്ട് ഒരു ലൈൻ ആയതുകൊണ്ടല്ല. കോവാലന്റ് ബോണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണത്. യഥാർത്ഥത്തിൽ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ലൈനോ ഒരു വടി പോലെ നിൽക്കുന്ന ഒരു സാധനമൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവാലന്റ് ബോണ്ട് എങ്ങനെയാണ്? ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും അടുത്ത ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും മ്യൂച്വൽ ഷെയറിംഗ് സംഭവിക്കുമ്പോഴാണ് എന്ത് പറയുക? ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു എന്ന് പറയാം. അത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ശരിക്കും എന്താ? അതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. നമുക്ക് കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റാത്ത ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണത്. പക്ഷെ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട് എന്ന് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാവ് കൊണ്ട് പറയുന്ന അത്രയും എളുപ്പത്തിൽ നമുക്ക് ബോണ്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ രണ്ട് ലൈൻ ഇല്ല ഇവിടെ.
പകരമുള്ളത് എന്താ? ബെറിലിയത്തിനും ക്ലോറിനും ഇടയിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ബെറിലിയത്തിനും ഈ ക്ലോറിനും ഇടയിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനിടയിൽ എങ്ങനെ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുക? നടക്കുന്ന കേസാണോ? അല്ല. അപ്പോൾ പിന്നെ എന്താ വഴി? അവിടെ ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഫോം ചെയ്യുന്ന എപ്പോഴാണ്? ബെറിലിയത്തിൻ്റെ ഒരു ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ക്ലോറിൻ്റെ ഒരു ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുമായിട്ട് മ്യൂച്വൽ ഷെയറിംഗ് നടത്തുമ്പോഴാണ്. അപ്പോൾ വഴിയുണ്ട്. കാരണം എന്താണെന്നറിയോ? ബെറിലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റിൽ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ആ ഓർബിറ്റലിലെ ഇലക്ട്രോൺ അല്ലേ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ആ ഓർബിറ്റൽ, അതായത് ഈ ബെറിലിയം ഈ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യുന്ന ആ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണ് എന്ന് നോക്കാം. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് ഇതേ ബെറിലിയം ഈ ക്ലോറിനുമായിട്ട് ഒരു ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഓർബിറ്റൽ കിട്ടും, ഇവിടെ ഒരു ഓർബിറ്റൽ കിട്ടും. ഈ രണ്ട് ഓർബിറ്റൽസിന് ഇടയിലുള്ള ആംഗിൾ എടുക്കുക. ആ ആംഗിൾ ആണ് യഥാർത്ഥത്തിൽ എന്ത്? ബോണ്ട് ആംഗിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, സോ ഇവിടെ ബെറിലിയം എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഈ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യുന്ന ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റലും ഈ ക്ലോറിനുമായി ഷെയർ ചെയ്യുന്ന ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റലും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ വാട്ട് ഈസ് ദ ബോണ്ട് ആംഗിൾ ഇൻ ബെറിലിയം ക്ലോറൈഡ്? 180 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ബോണ്ടുകളുടെ ആംഗിളാണ്. തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിളാണ്. പറയാൻ എളുപ്പമാണെങ്കിലും അത് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ അത് മെഷർ ചെയ്യാം? നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ രണ്ട് ബോണ്ടുകൾ ഫോം ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രോണുകൾ ഏത് ഓർബിറ്റലിലാണോ ഇരിക്കുന്നത് ആ ഓർബിറ്റലുകൾക്കിടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോണ്ട് ആംഗിൾ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഹൗ ഡു യു ഡിഫൈൻ ബോണ്ട് ആംഗിൾ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നമ്മുടെ കയ്യിലുണ്ടാവണം. എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം? ബോണ്ട് ആംഗിൾ ഇസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് ആംഗിൾ ബിറ്റ്വീൻ the orbitals containing bonding electrons. ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ബോണ്ടിങ് ഇലക്ട്രോണുകളെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓർബിറ്റൽസിനിടയിലുള്ള ആവറേജ് ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബോണ്ട് ആംഗിൾ എന്ന് പറയുക. അപ്പോൾ ബെറിലിയം ക്ലോറൈഡിൽ അത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. ശരി, മറ്റൊരു എക്സാമ്പിൾ ഞാൻ എടുത്തു തരാം. നോക്കിക്കോട്ടോ. ബോറോൺ ട്രൈഫ്ലൂറൈഡ് BF3. ഈ BF3 എന്ന് പറയുന്ന മോളിക്യൂള് ശ്രദ്ധിച്ചോ, ബോറോൺ ആണ് അതിന്റെ സെൻട്രൽ ആറ്റം. അതിന് ചുറ്റും 3 ഫ്ലൂറിൻ ആറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? ഒരു ഫ്ലൂറിന് ഇവിടെയാണ് ഓക്യുപ്പൈ ചെയ്യാം, ഒരു ഫ്ലൂറിന് ഇവിടെയാണ് ഓക്യുപ്പൈ ചെയ്യാം, ഒരു ഫ്ലൂറിന് ഇവിടെയാണ് ഓക്യുപ്പൈ ചെയ്യാം. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്ലൂറിനുകൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, ഫ്ലൂറിന് നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അവിടെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയാണ് പറയാൻ പോകുന്നത്. ഈ ടോപ്പിക്കിന് ശേഷമേ നമ്മൾ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ശരി, ഇനി ബോറോൺ ഈ ഫ്ലൂറിനുമായിട്ടും ഒരു സിംഗിൾ ബോണ്ടാണ്, ഈ ഫ്ലൂറിനുമായിട്ടും ഒരു സിംഗിൾ ബോണ്ടാണ്, ഈ ഫ്ലൂറിനുമായിട്ടും ഒരു സിംഗിൾ ബോണ്ടാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി ഈ രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാം? ഈ ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബോറോണിന്റെ ഓർബിറ്റലും ഈ ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബോറോണിന്റെ ഓർബിറ്റലും തമ്മിലുള്ള ആംഗിൾ എടുക്കാം. അത് 120 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? അതും 120 തന്നെയായിരിക്കും. ഈ രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? അതും 120 തന്നെയായിരിക്കും. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ, ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ചിരിക്കുന്ന രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ സിമ്പിളായിട്ട് മെഷർ ചെയ്യുന്നത് പോലെയല്ല. യഥാർത്ഥത്തിൽ അവിടെ ലൈനുകളില്ല, പകരം അവിടെ അട്രാക്റ്റീവ് ഫോഴ്സുകളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ ബോണ്ടുകൾ ഫോം ചെയ്യാൻ വേണ്ടി സെൻട്രൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഓർബിറ്റൽസ് ഉണ്ടാവും. ആ ഓർബിറ്റൽസിനിടയിലുള്ള ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നു. അതിനാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോടാം. അമോണിയ NH3 അഥവാ അമോണിയ. നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം. ആ നൈട്രജൻ ചുറ്റും 3 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇങ്ങനെയാണ് കിടക്കുക. എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ഇങ്ങനെ കിടക്കുന്നതെന്ന് ഇപ്പം നിങ്ങൾ ചോദിക്കരുത്. അതിന് ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം. തൽക്കാലം മനസ്സിലാക്കുക, അതിങ്ങനെയാണ്. ഇനി നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ സിംഗിൾ ബോണ്ടുകളാണ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് പുറമെ ഒരു ലോൺ പെയർ കൂടി ഉണ്ടാവും. ആ ലോൺ പെയർ ഇവിടെ കിടക്കും. ശരി, ഇനി നമ്മൾ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? എളുപ്പമാണ്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ബോണ്ടുകൾ നോക്കുക. ആ ബോണ്ടുകൾ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും അറിയോ? 107 ഡിഗ്രി ആയിരിക്കും. 107 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിളോ അതും 107 ആയിരിക്കും. ഈ ബോണ്ടിനും ഇടയിലുള്ള ആംഗിളോ അതും 107 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു മോളിക്യൂളിലെ മിക്കവാറും എല്ലാ ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ സെയിം ആണ് എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാത്ത മോളിക്യൂളുകളുമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി വരാൻ പോകുന്ന ടോപ്പിക്കുകളിലാണ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അമോണിയയുടെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 107 ഡിഗ്രിയാണ്. ഒരു മോളിക്യൂൾ എടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. വാട്ടർ, നമ്മുടെ വാട്ടർ H2O-ന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നറിയോ? ഓക്സിജൻ ആണ് സെന്ററിൽ ഉണ്ടാവുക. എന്നിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയാണ് ഉണ്ടാവുക. ഓക്കെ, ബാക്കിയുള്ള രണ്ട് ലോൺ പെയർ ഉണ്ടാവും. ഒരു ലോൺ പെയർ ഇവിടെയും
ഒരു ലോൺ പെയർ ഇവിടെയാണ് ഉണ്ടാവുക. ഈ ഓക്സിജൻ ഈ രണ്ട് ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യും? സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എളുപ്പമാണ്. ഈ രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ ആണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്സിജൻ എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് ബോണ്ടുകൾ എടുക്കുക. ആ ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ ആണ് ബോണ്ട് ആംഗിൾ. ഇവിടെ അത് എത്രയായിരിക്കും അറിയോ? 104.5 ഡിഗ്രി ആയിരിക്കും. 104.5 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതാണ് കുറച്ച് കോമൺ മോളിക്യൂളുകളിലെ മോസ്റ്റ് പോപ്പുലർ മോളിക്യൂളുകളിലെ ബോണ്ട് ആംഗിളിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബോണ്ട് ആംഗിൾ എന്താണെന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്ന അത്ര എളുപ്പമല്ല ബോണ്ട് ആംഗിൾ മെഷർ ചെയ്യാൻ. കാരണം കാണുമ്പോൾ എളുപ്പമാണ്, രണ്ട് ലൈനുകൾ ഉണ്ടാവും, ആ ലൈനിനിടയിലുള്ള ആംഗിൾ എടുത്താൽ മതി. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ രണ്ട് ലൈനുകളില്ല. പകരമുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതെങ്ങനെ മെഷർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബോണ്ട് ആംഗിൾ. നമ്മൾ പോകുന്നത് മൂന്നാമത്തെ പാരാമീറ്ററിലേക്കാണ്. മൂന്നാമത്തെ ബോണ്ട് പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്പർ 3, ബോണ്ട് എൻതാൽപ്പി. എന്താണ്? ബോണ്ട് എൻതാൽപ്പി. ഓക്കെ, ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ നമുക്കതിനെ ബോണ്ട് എനർജി എന്ന് വിളിക്കാം കേട്ടോ. ബോണ്ട് എൻതാൽപ്പി ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ബോണ്ട് എനർജി. കാരണം എനർജി എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് എൻതാൽപ്പി എന്ന ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തെർമോഡൈനാമിക്സ് വരെ പോകേണ്ടി വരും. തൽക്കാലം നമ്മൾ ഇങ്ങനെ എഴുതാം, ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എനർജി. എന്തായിരിക്കും ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ബോണ്ടിൻ്റെ എനർജി. അങ്ങനെയാണോ? അല്ല. ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എനർജി എന്ന് പറയുന്നത് ഒരു ബോണ്ടിൻ്റെ എനർജി അല്ല മക്കളെ. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോടാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. എന്താണ്? ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രദ്ധിച്ചോ, അതിൽ ഒരു ഹൈഡ്രജൻ സിംഗിൾ കോവാലന്റ് ബോണ്ടാണുള്ളത് അല്ലേ? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് വഴി ബൈൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മളതിനെ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയാം, H2 മോളിക്യൂൾ എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള H2 മോളിക്യൂള് ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുക. ഓക്കെ, H2 മോളിക്യൂള് ഇങ്ങനെയുള്ള H2 മോളിക്യൂള് ഏത് സ്റ്റേറ്റിലിരിക്കണം എന്നറിയോ? ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളാക്കി മാറ്റാം. ഓരോ ഹൈഡ്രജൻ ആറ്റവും ഏത് സ്റ്റേറ്റിലായിരിക്കണം എന്നറിയോ? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം. പറഞ്ഞ് മനസ്സിലായോ? എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഒരു ഹൈഡ്രജൻ മോളിക്യൂളിലെ ഹൈഡ്രജൻ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് അതിനെ രണ്ട് ഹൈഡ്രജൻ ആറ്റമാക്കി എടുക്കുക. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി കൊടുക്കേണ്ടി വരും എന്നെല്ലാവർക്കും അറിയാം. എനർജി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സിസർ ഉപയോഗിച്ചുകൊണ്ട് ബോണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാനൊന്നും പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ എനർജി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്തു. ഇനി പറയുന്നത് ശ്രദ്ധിച്ചോ, അങ്ങനെയുള്ള 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എത്ര മോളാണ്? 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂളാണ്. അപ്പോൾ ഈ 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂളിൽ എത്ര ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടാവും? 1 മോൾ ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ ശരിക്കും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 1 മോൾ ഹൈഡ്രജൻ കോവാലന്റ് ബോണ്ട് എൻ്റെ കയ്യിലുണ്ട്. ആ 1 മോൾ ഹൈഡ്രജൻ കോവാലന്റ് ബോണ്ടിനെ വെട്ടിമുറിച്ചിട്ട് അതിൽ നിന്നെല്ലാം 2 ഹൈഡ്രജൻ ആറ്റങ്ങളാക്കി മാറ്റാൻ ഞാനിവിടെ കൊടുക്കേണ്ട ഒരു എനർജി ഇല്ലേ? ആ എനർജി എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഞാനത് ഇവിടെ എഴുതാം. അതിന് ഞാൻ കൊടുക്കേണ്ട എനർജി എന്ന് പറയുന്നത് 435.8 കിലോ ജൂളാണ്. എത്ര എനർജി കൊടുക്കണം? 435.8 കിലോ ജൂൾ എനർജി കൊടുത്താൽ മാത്രമാണ് എനിക്ക് 1 മോൾ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുക. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കിലോ ജൂൾസ് പെർ മോളാണ്. കാരണം 1 മോളിന് ആവശ്യമായ എനർജി അല്ലേ? അപ്പോൾ കിലോ ജൂൾസ് പെർ മോളാണ്. ക്ലിയർ ആണല്ലോ? ഈ എനർജിയാണ് മക്കളെ നമ്മൾ ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എനർജി എന്ന് വിളിക്കാം. അപ്പോൾ ബോണ്ട് എനർജി എന്താണ് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് to break 1 mole of a bond of a particular type between 2 atoms in a molecule. ഒരു മോളിക്യൂളിലെ 2 ആറ്റങ്ങൾക്കിടയിലുള്ള ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ട്, അങ്ങനെയുള്ള 1 മോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിയാണെന്ത്? ബോണ്ട് എനർജി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ പറയാം. ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 മോൾ ഓഫ് ബോണ്ട് ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ബിറ്റ്വീൻ 2 ആറ്റംസ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്നറിയോ? ഈ ബോണ്ട് എൻതാൽപ്പി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ എൻതാൽപ്പി എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ എച്ച് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാനിവിടെ ബോണ്ട് എൻതാൽപ്പിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ എച്ച് ഓഫ് എ. ഈ
എ എന്താണ്? സാധാരണ നമ്മളിപ്പോൾ ബോണ്ട് എന്താൽപ്പി ആണെങ്കിൽ ബി എന്നോ അല്ലെങ്കിൽ BE എന്നൊക്കെ അല്ലേ എടുക്കണ്ടേ ബോണ്ട് എന്താൽപ്പി എന്നുള്ള രീതിയിൽ. പക്ഷെ എന്തിനാണ് ഈ എ എടുത്തത്? കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? മോളിക്യൂളിൽ നിന്ന് ആറ്റങ്ങളായിട്ട് മാറും. അപ്പോൾ നോക്കി, ഹൈഡ്രജൻ എന്ന് പറയുന്ന മോളിക്യൂളിലെ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ അത് ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് മാറും. അപ്പോൾ ബോണ്ട് ബ്രേക്കിംഗ് വഴി ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താ? ഒരു മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിലെ ആറ്റംസ് ആക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് എ എന്നെടുത്തത്. എ സ്റ്റാൻഡ്സ് ഫോർ അറ്റോമൈസേഷൻ. അപ്പോൾ ബോണ്ട് എനർജി കൊടുക്കുന്നത് വഴി, ബോണ്ട് എന്താൽപ്പി കൊടുക്കുന്നത് വഴി നമ്മൾ മോളിക്യൂളുകളെ ആറ്റങ്ങളാക്കി മാറ്റുകയാണ് എന്നുള്ള മീനിങ്ങിലാണ് ഞാനിവിടെ അറ്റോമൈസേഷൻ എന്ന് കൊടുത്തിട്ടുള്ളത്. ΔH ഓഫ് എ അല്ലെങ്കിൽ ΔH ഓഫ് അറ്റോമൈസേഷൻ. ഇവിടെ അത് എത്രയാണ്? 435.8 kJ/mol ആണ്. പറഞ്ഞ ക്ലിയർ ആണല്ലോ. അപ്പോൾ ബോണ്ട് എന്താൽപ്പി എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണത് മെഷർ ചെയ്യാന്ന് പറഞ്ഞു, എങ്ങനെയാണത് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി വേറൊരു എക്സാമ്പിൾ ഒന്ന് നോക്കിക്കോട്ടാ. നമ്മുടെ കയ്യിൽ ഒരു ഓക്സിജൻ മോളിക്യൂൾ ആണല്ലോ എന്ന് വിചാരിക്കും. ആ ഓക്സിജൻ മോളിക്യൂൾ ഏത് ഫോമിലായിരിക്കണം? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം. ഓക്കെ, അതിന് നമുക്ക് എന്താക്കി മാറ്റണം? രണ്ട് ഓക്സിജൻ ആറ്റങ്ങളാക്കി മാറ്റണം. ആ ഓക്സിജൻ ആറ്റങ്ങളും ഏത് രൂപത്തിലായിരിക്കണം? ഗേഷ്യസ് ഫോമിലായിരിക്കണം. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിൽ എപ്പോഴും ഏത് തരം ബോണ്ടാണ് ഉണ്ടാവുക? ഡബിൾ ബോണ്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കൊടുക്കേണ്ട എനർജിയാണ് എന്ത്? ഇവിടുത്തെ ബോണ്ട് എന്താൽപ്പി എന്ന് പറയുന്നത്. അത് എത്രയാണെന്നറിയോ? നോക്കിക്കോടാ. ഇവിടുത്തെ ബോണ്ട് എന്താൽപ്പി എന്ന് പറയുന്നത് ΔH ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത് 498 kJ/mol. എത്രയാണ്? 498 kJ/mol. എന്താ അതിനർത്ഥം? ഒരു മോൾ ഓക്സിജൻ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ് 498 kJ/mol. അനദർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ നൈട്രജൻ മോളിക്യൂൾ ആണെന്ന് വിചാരിക്കും. നൈട്രജൻ മോളിക്യൂൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള നൈട്രജൻ എടുക്കുക, എന്നിട്ട് അതിനെ രണ്ട് നൈട്രജൻ ആറ്റങ്ങളാക്കാം. ഓരോ നൈട്രജൻ ആറ്റവും ഏത് സ്റ്റേറ്റിലായിരിക്കണം? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു നൈട്രജൻ മോളിക്യൂളിൽ നൈട്രജനുകൾക്കിടയിൽ ഏത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താ? ഓരോ നൈട്രജനും ഇടയിലുള്ള, രണ്ട് നൈട്രജൻസിനിടയിലുള്ള ട്രിപ്പിൾ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു മോൾ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മളിവിടെ കൊടുക്കേണ്ട എനർജീനെ ഞാൻ ΔH ഓഫ് അറ്റോമൈസേഷൻ ഈസ് ഈക്വൽ ടു എത്രയാണെന്നറിയോ? 946 kJ/mol. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് എനർജികൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഹൈഡ്രജനും ഇടയിലുള്ള സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എത്ര കിലോ ജൂൾ വേണം? ഓക്സിജനും ഇടയിലുള്ള ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എത്ര കിലോ ജൂൾ വേണം? നൈട്രജനും ഇടയിലുള്ള ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എത്ര കിലോ ജൂൾ വേണം? അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്കും നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ബോണ്ട് എന്താൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ബോണ്ടുകളുടെ എണ്ണം കൂടുന്തോറും സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിനേക്കാൾ കൂടുതലാണ് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി, അതിനേക്കാൾ കൂടുതലാണ് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി. അതായത് ബോണ്ട് എന്താൽപ്പി എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടിനേക്കാൾ കൂടുതലാണ് ഡബിൾ ബോണ്ടിനേക്കാൾ കൂടുതലാണ് ട്രിപ്പിൾ ബോണ്ടിന്. അപ്പോൾ നമ്മൾ ബോണ്ടുകളുടെ എണ്ണം കൂടുന്തോറും സിംഗിൾ എന്നുള്ളത് ഡബിൾ ആകുമ്പോൾ അല്ലെങ്കിൽ ഡബിൾ എന്നുള്ളത് ട്രിപ്പിൾ ആകുമ്പോൾ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ. ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ എനർജി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാ. ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോളിക്യൂൾ എങ്ങനെയുള്ള മോളിക്യൂൾ ആയിരിക്കണം? സ്റ്റേബിൾ മോളിക്യൂൾ ആയിരിക്കണം. അത് മനസ്സിലായോ? അപ്പോൾ ആ ഒരു കണക്ഷന്റെ ആ അറ്റത്തും ഈ അറ്റത്തുള്ള ആളുകൾ ആരൊക്കെയാ? ഞാൻ ആ കണക്ഷൻ ഒന്നുകൂടി പറയാം. ഹൈ ബോണ്ട് എന്താൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് എനർജി നമ്മൾ കൊടുക്കണമെന്നാണ്. അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. അതായത് ആ മോളിക്യൂള് ഭയങ്കര സ്റ്റേബിൾ ആണെന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ അറ്റത്തുള്ള ആളെ ആ അറ്റത്തുള്ള ആളെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഈ അറ്റത്താരാ? ബോണ്ട് എന്താൽപ്പിയാ. ഈ അറ്റത്താരാ? സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂളാ. രണ്ടൊന്ന് കണക്ട് ചെയ്യും. ഹയർ ദ ബോണ്ട് എന്താൽപ്പി, ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ. അപ്പോൾ സ്റ്റേബിൾ ആയ ബോണ്ടോ സ്റ്റേബിൾ ആയ മോളിക്യൂൾ ആണെങ്കിൽ ബോണ്ട് എന്താൽപ്പി എന്തായിരിക്കും? ഹയർ ആയിരിക്കും. അപ്പോൾ ബോണ്ട് എന്താൽപ്പി കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മോളിക്യൂൾ സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് പറയാം. ഗോട്ട് ഇറ്റ്? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബോണ്ട് എന്താൽപ്പി എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയുമായി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് എന്താൽപ്പി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. ഓക്കെ, മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ബോണ്ട് എന്താൽപ്പിയും കൂടുതലായിരിക്കും. മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ ബോണ്ട് എന്താൽപ്പിയും കുറവായിരിക്കും. അപ്പോൾ ഈ മൂന്ന് എക്സാമ്പിളുകൾ എടുത്തുകൊണ്ട് ബോണ്ട് എന്താൽപ്പി എത്രയാണ് എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ എടുത്തു തരാം. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ആരെയാണെന്നറിയോ? ഇപ്പൊ നമ്മൾ ഒരേപോലെയുള്ള ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളല്ലേ ബ്രേക്ക് ചെയ്ത് HHOONN. ഇനി ഒരെണ്ണം ഡിഫറെന്റ് ആയിക്കോട്ടെ, ഒരു ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾ ആയിക്കോട്ടെ. ഇതെല്ലാം ഹോമോ അറ്റോമിക് മോളിക്യൂൾസ് ആട്ടോ, ഒരേപോലെയുള്ള ആറ്റങ്ങളാണല്ലോ. ഇനി ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾ നമുക്ക് അറിയാൻ വേണ്ടത്, നമുക്കൊരു കാര്യം ചെയ്യാം, HCl എടുക്കാം. HCl പക്ഷേ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഗേഷ്യസ് സ്റ്റേറ്റിൽ എടുക്കാൻ പാടുള്ളൂ.
അതിന് നമ്മൾ എന്ത് ചെയ്യണം? HCl എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ഇടയിൽ ഒരു സിംഗിൾ ബോണ്ടാണ് ഉണ്ടാവുക. ഈ സിംഗിൾ ബോണ്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു മോൾ സിംഗിൾ ബോണ്ട് ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ഇടയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഹൈഡ്രജൻ ആറ്റവും ക്ലോറിൻ ആറ്റവും ആണ് കിട്ടുക, അല്ലേ? ഹൈഡ്രജൻ ആറ്റവും ക്ലോറിൻ ആറ്റവും കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ട എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയോ? 431 kJ/mol ആണ്. എത്രയാണ്? 431 kJ/mol. മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ പറ, ഒരു H2 മോളിക്യൂൾ ആണോ ഒരു HCl മോളിക്യൂൾ ആണോ കൂടുതൽ സ്റ്റേബിൾ? H2 മോളിക്യൂൾ ആണോ HCl മോളിക്യൂൾ ആണോ കൂടുതൽ സ്റ്റേബിൾ? രണ്ടിലും സിംഗിൾ ബോണ്ട് ആണ്. രണ്ടിന്റെയും ബോണ്ട് എൻതാൽപ്പി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഏതിനാണോ കൂടുതൽ ബോണ്ട് എൻതാൽപ്പി ഉള്ളത് അതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. അപ്പൊ H2-നാണ് കൂടുതൽ ബോണ്ട് എൻതാൽപ്പി ഉള്ളത് HCl-നേക്കാൾ. 435 431. സോ H2 ഇസ് മോർ സ്റ്റേബിൾ ദാൻ HCl എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പറഞ്ഞ ക്ലിയർ ആണ്? ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കേസുകൾ നമ്മൾ പറഞ്ഞു. അതായത് രണ്ടാറ്റങ്ങൾ മാത്രമുള്ള മോളിക്യൂളുകളുടെ കേസിൽ, ഇപ്പൊ നമ്മൾ ഡയാറ്റോമിക് മോളിക്യൂൾസിന്റെ കേസാണ് എല്ലാം പറഞ്ഞത്. ഇവിടെ H2 രണ്ടാറ്റങ്ങൾ ചേർന്നുള്ള മോളിക്യൂൾ അല്ലേ, ഡയാറ്റോമിക് ആണ്. O2 രണ്ടാറ്റങ്ങൾ ചേർന്നതാണ്, ഡയാറ്റോമിക് ആണ്. N2 രണ്ടാറ്റങ്ങൾ ചേർന്നാണ്, ഡയാറ്റോമിക് ആണ്. HCl രണ്ടാറ്റങ്ങൾ ചേർന്നാണ്, അതും ഡയാറ്റോമിക് ആണ്. അപ്പൊ ഈ കേസുകളിൽ നമുക്കിത് മെഷർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ 3 അതിൽ കൂടുതലോ ആറ്റങ്ങൾ ചേർന്ന് വരുന്ന മോളിക്യൂൾസ് ആണെങ്കിലോ അങ്ങനെ ഉണ്ടാവാലോ. അപ്പൊ അത്തരം കേസുകളിൽ നമ്മൾ എങ്ങനെയാണ് ബോണ്ട് എൻതാൽപ്പി മെഷർ ചെയ്യുക എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ പോളി അറ്റോമിക് മോളിക്യൂളുകളുടെ കേസിൽ എങ്ങനെയാണ് ബോണ്ട് എൻതാൽപ്പി മെഷർ ചെയ്യുക? ഓക്കെ, അപ്പോൾ പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിലെ ബോണ്ട് എൻതാൽപ്പിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. പോളി അറ്റോമിക് മോളിക്യൂൾസ്. എന്താ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ? രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്ന് വരുന്ന മോളിക്യൂൾസിനെയാണ് പോളി അറ്റോമിക് മോളിക്യൂൾ എന്ന് വിളിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ H2O ഒരു പോളി അറ്റോമിക് മോളിക്യൂളാണ്. കാരണം അതിൽ 2 ഹൈഡ്രജൻ ആറ്റും 1 ഓക്സിജൻ ആറ്റും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 3 ആറ്റങ്ങളായി. അപ്പോൾ അതൊരു പോളി അറ്റോമിക് മോളിക്യൂളാണ്. ശരി, ഇനി H2O എന്ന് പറയുന്നതിൽ എത്ര ബോണ്ടുകൾ ഉണ്ടാവും മക്കളെ? 2 ബോണ്ടുകൾ ഉണ്ടാവും. സെന്ററിൽ കിടക്കുന്ന ഹൈഡ്രജനും ഇപ്പുറത്തും കിടക്കുന്ന ഹൈഡ്രജനും, സെൻട്രൽ കിടക്കുന്ന ഓക്സിജനും അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ഹൈഡ്രജനും. അപ്പൊ ഇവിടെ ഒരു OH ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു OH ബോണ്ട് ഉണ്ട്. 2 OH ബോണ്ടുകൾ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ടും ആറ്റംസ് ആക്കി മാറ്റാം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോടാ. ബ്രേക്ക് ചെയ്യണമെന്ന് കണ്ടീഷൻ എന്താ? H2O ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം. ശരി, നമ്മൾ എന്തിനാണ് ഈ എല്ലാ കേസുകളിലും ഗേഷ്യസ് ആവണം എന്ന് പറയുന്നത്? ഒരു ആറ്റത്തിന് മുകളിലോ ഒരു മോളിക്യൂളിന് മുകളിലോ എന്തൊരു കാര്യവും ചെയ്യാൻ ഏറ്റവും എളുപ്പം അത് ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിലാവണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ഇനി H2O ഏത് സ്റ്റേറ്റിലാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ OH ബോണ്ട് ബ്രേക്ക് ചെയ്തു. ആദ്യത്തെ OH ബോണ്ട് ബ്രേക്ക് ചെയ്താൽ എന്തായിട്ട് മാറും? H ആയിട്ടും ഈ ഭാഗം എന്തായിട്ട് മാറും? OH ആയിട്ട് മാറും, അല്ലേ? H-ഉം ഗേഷ്യസ് സ്റ്റേറ്റിലാവണം, OH-ഉം ഗേഷ്യസ് സ്റ്റേറ്റിലാവണം. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കേണ്ട എനർജി എത്രയാണെന്ന് അറിയാം. ശ്രദ്ധിച്ചോട്ടാ. ഇവിടുത്തെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് 502 kJ/mol ആണ്. ഓക്കെ, എത്രയാണ്? 502 kJ കൊടുക്കണം ഈ ആദ്യത്തെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ. ശരി, തീർന്നോ? ഇല്ലല്ലോ, നമുക്ക് ഒരു OH ബോണ്ട് കൂടി ബ്രേക്ക് ചെയ്യാനില്ലേ, ഈ ബോണ്ട് കൂടി ബ്രേക്ക് ചെയ്യാനില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഈ OH-നെ വീണ്ടും എടുക്കുകയാണ്. ആ OH ഏത് സ്റ്റേറ്റിലാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതിൽ രണ്ടാമത്തെ OH ബോണ്ട് കൂടി ഞാൻ ബ്രേക്ക് ചെയ്യാണ്. അത് എന്തായിട്ട് മാറും? H ഗ്യാസ് ആയിട്ടും O ഗ്യാസ് ആയിട്ടും മാറും. ഇവിടുത്തെ ബോണ്ട് എൻതാൽപ്പി എത്രയായിരിക്കും? എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എത്രയായിരിക്കും? നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്രയാ? 502. കാരണം അതേപോലെ ഒരു ബോണ്ടാണല്ലോ നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്തത്. അത് നമ്മൾ 502 kJ ആണല്ലോ കൊടുത്തത്. അപ്പൊ രണ്ടാമത് അതേ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ 502 തന്നെയല്ലേ കൊടുക്കേണ്ടി വരിക? എന്നാൽ അല്ല, ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് 502-നേക്കാളൊക്കെ വളരെ കുറച്ച് കൊടുത്താൽ മതി. 427 kJ കൊടുത്താൽ തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ആവും എന്നാണ് പറയുന്നത്. വ്യത്യാസം കണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പൊ ഞാനതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ എടുത്ത ബോണ്ട് എൻതാൽപ്പിയെ ഡെൽറ്റ H ഓഫ് അറ്റോമൈസേഷൻ 1 എന്നും രണ്ടാമത്തെ കേസിൽ എടുത്തതിന് ഡെൽറ്റ H ഓഫ് അറ്റോമൈസേഷൻ 2 എന്നും കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നറിയോ? H2O എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 ബോണ്ടുകളുണ്ട്. ഈ ഓക്സിജന്റെ ഇലക്ട്രോണുകളെ 2 ആറ്റങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേ ചുറ്റുപാടാണോ
അടുത്ത OH നിന്ന് നിങ്ങൾ അടുത്ത ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു H അവിടെ നിന്നും പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ H2O എന്ന് പറയുന്നതിലെ ആദ്യത്തെ OH ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഒരു H അവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള OH ബോണ്ടിന്റെ അറ്റ്മോസ്ഫിയർ മാറിയില്ലേ, ചുറ്റുപാടുകൾ മാറിയില്ലേ, ആ ഓക്സിജന് മുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ മാറ്റം വന്നില്ലേ. അപ്പോൾ ആ എണ്ണത്തിൽ ഉണ്ടാവുന്ന മാറ്റവും അതിന്റെ ചുറ്റുപാടുകളിൽ ഉണ്ടാവുന്ന മാറ്റവും സ്വാഭാവികമായിട്ടും അടുത്ത OH ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി ഒന്നുകിൽ കൂട്ടും അല്ലെങ്കിൽ കുറയ്ക്കും, ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് ദി ആറ്റം. അപ്പോൾ ഇവിടെ അത് കുറയുകയാണ് ചെയ്തത്. ആദ്യം നമ്മൾ 502 കിലോ ജൂൾ കൊടുക്കേണ്ടടുത്ത് രണ്ടാമത് നമ്മൾ കൊടുത്ത് എത്രയാണ്? 427 കിലോ ജൂൾ ആണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എല്ലാ പോളിഅറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിലും ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ പോളിഅറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിലും ഇങ്ങനെയാണ്. ഒരേ ബോണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആദ്യത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി ആവില്ല രണ്ടാമത്തേതിന്, അതാവില്ല മൂന്നാമത്തേന്. അപ്പോൾ നമ്മൾ NH3 എന്ന് പറയുന്ന മോളിക്യൂൾ എടുത്താലും NH3യിൽ എത്ര നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ട്? 3 ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും 3 ബോണ്ടിന് ഒരേ എനർജി കൊടുത്താൽ മതി. പോരാ. ആദ്യത്തെ നൈട്രജനും ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൊടുക്കേണ്ട എനർജി അല്ല രണ്ടാമത്തെ നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ടിന് കൊടുക്കേണ്ടി വരിക. അതല്ല മൂന്നാമത്തെ നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ടിന് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഓരോ ബോണ്ടിനും നമ്മൾ കൊടുക്കേണ്ടത് ഡിഫറെൻറ്റ് എനർജി ആയിരിക്കും. കാരണം ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് അതിൽ ആറ്റങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്ന ബോണ്ടുകളുടെ ചുറ്റുപാടുകൾ മാറുകയാണ്, അറ്റ്മോസ്ഫിയർ മാറുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട എനർജി വ്യത്യാസം വരും. പറഞ്ഞ കാര്യം അത്രയേ ഉള്ളൂ. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഈ രണ്ട് ബോണ്ട് എൻതാൽപ്പികളിൽ ഏത് ബോണ്ട് എൻതാൽപ്പിയാണ് നമ്മൾ ഈ മോളിക്യൂളിന്റെ ബോണ്ട് എൻതാൽപ്പി ആയിട്ട് എടുക്കുക? ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് എടുക്കാൻ പറ്റുമോ? 502 മാത്രമായിട്ട് എടുക്കാൻ പറ്റുമോ? 427 മാത്രമായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. കാരണം രണ്ടും ഡിഫറെൻ്റാ. ഇത്തരം കേസുകൾ നമ്മൾ ചെയ്യുന്നത് ആവറേജ് ബോണ്ട് എൻതാൽപ്പി എടുക്കും. എന്താണ് എടുക്കുക? ആവറേജ് ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ ഒരു സിംഗിൾ ബോണ്ട് എൻതാൽപ്പി അല്ല നമ്മൾ എടുക്കുക, ആവറേജ് ബോണ്ട് എൻതാൽപ്പിയാണ് നമ്മൾ എടുക്കുക. ആവറേജ് ബോണ്ട് എൻതാൽപ്പി. ഓക്കെ, എങ്ങനെയാണ് ആവറേജ് ബോണ്ട് എൻതാൽപ്പി കാണുക അറിയാം. ഇവിടെ നമ്മൾ എങ്ങനെ ആവറേജ് ബോണ്ട് എൻതാൽപ്പി കാണാം? ആവറേജ് ബോണ്ട് എൻതാൽപ്പി ഈസ് ഈക്വൽ ടു എന്താ ചെയ്യുക? ഈ രണ്ട് വാല്യൂസിന്റെ ആവറേജ് എടുക്കുക, അല്ലാണ്ട് വേറെ എന്താ ചെയ്യുക? ദിസ് ഈസ് ഈക്വൽ ടു 502 പ്ലസ് 427/2. ദിസ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടാൻ നിങ്ങൾക്ക്? 464.5 കിലോ ജൂൾസ് പെർ മോൾ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് വാല്യൂസിൽ ഏതാണ് നമ്മുടെ H2O മോളിക്യൂളിന്റെ ബോണ്ട് എൻതാൽപ്പി നമ്മൾ എടുക്കുക? 464.5 കിലോ ജൂൾസ് പെർ മോൾ. ദിസ് ഈസ് ദ ആക്ച്വൽ ബോണ്ട് എൻതാൽപ്പി ഓഫ് H2O മോളിക്യൂൾ, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് ആവറേജ് ബോണ്ട് എൻതാൽപ്പി. കാരണം എന്താ? നമ്മളതിലെ എല്ലാ ബോണ്ടുകളുടെയും ബോണ്ട് എൻതാൽപ്പികളുടെ ആവറേജ് ആണ് എടുത്തത്. അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബോണ്ടിന് എടുക്കാൻ പറ്റില്ല. കാരണം ഓരോ ബോണ്ടിനും ഓരോ വാല്യൂ ആയിരിക്കും. യു ഗോട്ട് ഇറ്റ് അല്ലേ? പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ബോണ്ട് എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ബോണ്ട് പാരാമീറ്റർ നമ്മൾ അവസാനിപ്പിച്ചു. ഓക്കെ, നാലാമത്തെ ബോണ്ട് പാരാമീറ്റർ അല്ലെങ്കിൽ ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്പർ 4, ബോണ്ട് ഓർഡർ. എന്താണ് ബോണ്ട് ഓർഡർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയാം, ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. H2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ 1 ആണെന്നാണ് പറയുന്നത്. O2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ 2 ആണ്. N2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ 3 ആണ്. H2-ന് 1 ആണ് ബോണ്ട് ഓർഡർ, O2-ന് 2 ആണ് ബോണ്ട് ഓർഡർ, N2-ന് നൈട്രജൻ മോളിക്യൂളിന് 3 ആണ് ബോണ്ട് ഓർഡർ. അപ്പോൾ ഈ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ട് ഓർഡർ ഇസ് ദി നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദി ടു ആറ്റംസ് ഓഫ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളുടെ എണ്ണത്തെയാണ് ബോണ്ട് ഓർഡർ എന്ന് പറയാം. ഇപ്പോൾ H2 എന്ന് പറയുന്ന മോളിക്യൂളിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ആണ് നമുക്കറിയാം. സോ ബോണ്ട് ഓർഡർ ഇസ് 1. O2 എന്ന് പറയുന്ന മോളിക്യൂളിൽ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് ആണെന്നറിയാം. അപ്പോൾ ബോണ്ട് ഓർഡർ ഇസ് 2. നൈട്രജൻ എന്ന് പറയുന്ന മോളിക്യൂളിൽ രണ്ട് N ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. സോ ഇറ്റ്സ് ബോണ്ട് ഓർഡർ ഇസ് 3. അപ്പോൾ എന്താണ് ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദി ടു ആറ്റംസ് ഓഫ് എ മോളിക്യൂൾ ഇസ് കോൾഡ് ആസ് ബോണ്ട് ഓർഡർ. അങ്ങനെയാണെങ്കിൽ CO, കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? ബോണ്ട് ഓർഡർ ഞാൻ അതിനെ ഷോർട്ടാക്കി BO എന്ന് എഴുതുകയാണ്. നിങ്ങൾ അങ്ങനെ എഴുതരുത്, നിങ്ങളത് ബോണ്ട് ഓർഡർ എന്ന് തന്നെ എഴുതാം. ഓക്കെ, ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു CO മോളിക്യൂളിൽ ബോണ്ടൊക്കെ നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരച്ചതല്ലേ? CO മോളിക്യൂളിന്റെ എങ്ങനെയായിരുന്നു? കാർബണിനും ഓക്സിജനും ഇടയിൽ ട്രിപ്പിൾ ബോണ്ടാണ്. ഇതൊരെണ്ണം കോർഡിനേറ്റ് ബോണ്ടാണ്. അങ്ങനെയല്ലേ നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരച്ചത്? ആണ്. സോ ദ ബോണ്ട് ഓർഡർ വിൽ ബി 3. അപ്പോൾ ബോണ്ട് ഓർഡർ എന്താണ്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് എൻതാൽപ്പി കൂടും,
ബോണ്ട് എൻതാൽപ്പി കൂടുന്തോറും സ്റ്റെബിലിറ്റി ഓഫ് ദ ബോണ്ട് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് കണക്ട് ചെയ്തെഴുതാം. ആസ് ദി ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, എന്താ സംഭവിക്കുക? ബോണ്ട് എൻതാൽപ്പി ആൾസോ ഇൻക്രീസസ് and this will increase the stability. This will increase the stability of the molecule. അപ്പോൾ ഈ മൂന്ന് പേരും തമ്മിൽ ഇങ്ങനൊരു റിലേഷൻ ഉണ്ട് എന്ന് ബോണ്ട് എൻതാൽപ്പി പറഞ്ഞപ്പോഴും ബോണ്ട് ലെങ്ത് പറഞ്ഞപ്പോഴും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇവർക്കെല്ലാം സ്റ്റെബിലിറ്റിയുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ കണക്ഷൻ ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് എൻതാൽപ്പി കൂടും, ബോണ്ട് എൻതാൽപ്പി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, യാ.